ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂടിയിരുത്തം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിക്കുന്ന നാളെ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചു വന്നിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം കവിതാരൂപത്തിൽ രചിച്ച മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ മീഇയ ഫി സിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞത് വഹ്യുമായി ബന്ധപ്പെട്ടായിരുന്നു. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴായിരുന്നു വഹി ലഭിച്ചത്, അതുപോലെ തന്നെ ഏത് ദിവസമായിരുന്നു, ഏത് മാസത്തിലായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ബൈത്തുകൾ നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم دعا في رابع الأعوام بالأمن جهرة إلى الإسلام وأربع من النساء واثنا عشر من الرجال الصحب كل قد هجر إلى بلاد الحبش في خامس عام وفيه عادوا ثم عادوا لا ملام 3 هم 80 رجل ومعهم جماعة حتى كمل. ജസാക്കുമുല്ലാഹു ഖൈറൻ. സഹോദരങ്ങളെ, ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ഇതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യമാണ്. പ്രധാനമായി അദ്ദേഹം ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് പരസ്യ പ്രബോധനത്തെ പറ്റിയും രണ്ടാമത്തേത് പ്രഗൽഭരായ സഹാബിമാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ ഹിജ്റ പോയതുമായി ബന്ധപ്പെട്ടാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി ഈ വരികളിലൂടെ പ്രതിപാദിക്കുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയപ്പോൾ അതനുസരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ എത്തിച്ചു നൽകി. ആദ്യത്തെ 3 വർഷം അഥവാ നുബുവത്ത് ലഭിച്ച് ആദ്യത്തെ 3 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പ്രബോധനം നടത്തിയത്? രഹസ്യമായിട്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് നുബുവത്ത് ലഭിച്ചതിന് ശേഷം ആദ്യത്തെ 3 വർഷം രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാം പ്രബോധനം നടത്തിയത്. അന്ന് തന്നെ പലരും ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അബൂബക്കർ, അലി, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരെ പോലെയുള്ളവർ അന്ന് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അഥവാ രഹസ്യമായി പ്രബോധനം നടത്തിയ ആ സമയത്ത് തന്നെ ഇതുപോലുള്ള സഹാബിമാർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പിന്നീട് 4-ാം വർഷമായപ്പോൾ, നുബുവത്ത് ലഭിച്ച് 4-ാമത്തെ വർഷമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിലൂടെ പറയുകയാണ്, ഫസ്ദഅ ബിമാ തുഅ്മർ വഅരിദ് അനിൽ ജാഹിലീൻ അനിൽ മുശ്രിക്കീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, റസൂലേ, അങ്ങ് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് ദഅവത്ത് നടത്തുക, അത് ആളുകളിലേക്ക് എത്തിക്കുക, മുശ്രിക്കീങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ഇമാം തബരി റഹിമഹുല്ലാ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈദയിൽ നിന്ന് ഉദ്ധരിക്കുന്ന അസറിൽ വന്നതായി കാണാം, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായ പ്രബോധനം ആരംഭിച്ചത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചു. സഹോദരങ്ങളെ, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി പ്രബോധനം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ
പിന്നീട് മുസ്ലിമീങ്ങളെ മക്കയിലെ മുശ്രിക്കീങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. അവരെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അങ്ങേയറ്റം ഉപദ്രവിക്കാൻ തുടങ്ങി. അഥവാ വിഗ്രഹത്തിനെയും കല്ലിനെയും എത്രത്തോളം എന്നാൽ ചില സഹാബിമാർ പറഞ്ഞതായി കാണാം, നമ്മൾ ജാഹിലിയ കാലഘട്ടത്തിൽ ഒന്നിനെയും ആരാധിക്കാൻ കിട്ടിയില്ലെങ്കിൽ, കല്ലോ ഒന്നും കിട്ടിയില്ല എങ്കിൽ മണ്ണ് കൂമ്പാരമാക്കി വെച്ചുകൊണ്ട്, ശ്രദ്ധിക്കണം, മണ്ണിനെ കൂമ്പാരമാക്കി വെച്ചുകൊണ്ട് അതിനെ ആരാധിക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ അതാ മക്കയിലെ മുശ്രിക്കീങ്ങൾ സഹാബിമാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. നോക്കൂ സഹോദരങ്ങളെ, അവർ ആരും തന്നെ ഒരു പ്രശ്നത്തിനോ മറ്റു പ്രയാസങ്ങൾക്കോ നിന്നിരുന്നില്ല. മറിച്ച് അവർ ചെയ്ത തെറ്റെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തു എന്നതാണ് അവർ ചെയ്ത തെറ്റ്. നിങ്ങൾ കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് പോലെയുള്ള ഇസ്ലാമിന്റെ മഹത്തമായ കാര്യങ്ങൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ സഹോദരങ്ങളെ, എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തി. പക്ഷേ ഈ അവസ്ഥയിലും, ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന വേളയിലും അവർ ദീനിൽ അടിയുറച്ചു നിന്നു. ആ സഹാബിമാർ അവർ ദീനിൽ അടിയുറച്ചു നിന്നു. ഈമാൻ ശക്തമായാൽ അങ്ങനെയാണ് ഉണ്ടാവുക, അല്ലേ സഹോദരങ്ങളെ? നമ്മൾ കാണുന്നില്ലേ ഫിലസ്തീനിൽ അവിടെയുള്ള ചെറിയ കുട്ടികൾ പോലും സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള യഖീനിൽ അവർ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരുടെ സംസാരം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്താണ് അവർ പറയുന്നത്? അല്ലാഹു മൗജൂദ്, അല്ലാഹു ഉണ്ട്. നമുക്ക് ഇത്രയും പ്രയാസങ്ങളും സ്വന്തം വീടുകളും അവർ പാർക്കുന്ന ഇടങ്ങളുമെല്ലാം തകർന്ന വേളയിൽ പോലും അവർ പറയുന്ന കാര്യം എന്താണ്? അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുലുള്ള ഈമാൻ ഹൃദയത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് പ്രയാസവും, ഏതേത് പ്രയാസമുണ്ടോ അതൊക്കെ തന്നെ ചെറുതായി മാറും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന്റെ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇതാ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ സാധിച്ചാലും അവർക്കാർക്കും നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല, അല്ലാഹു നിനക്ക് എന്താണോ കണക്കാക്കിയത് അതല്ലാതെ. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമുദായത്തെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുക? അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനം നടത്തിയപ്പോൾ ഒരുമിച്ച് കൂടിയ ഇസ്ലാമിലെ ആദ്യത്തെ മർക്കസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യമായി പ്രബോധനം ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഒരുമിച്ച് കൂടിയത്? ദാറുൽ അർഖം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അഥവാ അർഖം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീടായിരുന്നു ഇസ്ലാമിന്റെ ആദ്യത്തെ മർക്കസ്, ദാറുൽ അർഖം. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചവർക്ക് അവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സഹോദരങ്ങളെ, ആരാണ് അർഖം? എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്? അബ്ദു മനാഫ് ഇബ്നു അബ്ദില്ലാ എന്നാണ്. അബ്ദു മനാഫ് ഇബ്നു അബ്ദില്ലാ എന്നാണ് അർഖം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു അബ്ദില്ലാഹ് എന്നാണ്. അബു അബ്ദില്ലാഹ് അബ്ദു മനാഫ് ഇബ്നു അബ്ദില്ലാഹ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഒരു കാര്യം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, ഇവിടെ സ്വാഭാവികമായി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയം, എന്തുകൊണ്ടാണ് അർഖമിന്റെ വീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനത്തിനായി തെരഞ്ഞെടുത്തത് എന്നായിരിക്കാം. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ പ്രഗൽഭരായ ഖുറൈശികൾക്കിടയിൽ സ്ഥാനമുള്ള വ്യക്തികൾ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. പക്ഷേ അവരുടെ ആരുടെയും വീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രഹസ്യ പ്രബോധനത്തിനായി സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കാം അർഖമിന്റെ വീട് സ്വീകരിച്ചത് എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടായേക്കാം. ഇതിന് മറുപടിയായി ഉലമാക്കൾ പറഞ്ഞതായി കാണാം, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, 4 കാരണങ്ങളാണ് ഇതിനുള്ളത്. അർഖമിന്റെ വീട് തെരഞ്ഞെടുക്കാനുള്ള റളിയല്ലാഹു അൻഹു 4 കാരണമാണ് പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ, അർഖം റളിയല്ലാഹു അൻഹു അവിടുന്ന് വെറും 16 വയസ്സുള്ള കുട്ടിയായിരുന്നു. നോക്കണം, അവിടത്തേക്കുള്ള പ്രായം വെറും 16 വയസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കയിലെ കാഫിരീങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കില്ല ഇത്ര ചെറിയ കുട്ടിയുടെ വീട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പ്രബോധനം നടത്തുമെന്നുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിനെ സഹായിക്കുമ്പോൾ അർഖമിന്റെ പ്രായം എത്രയാണ്? 16 വയസ്സാണ്. നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട കാര്യമാണ്. പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് എങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ സാധിക്കുമോ അതുപോലെ സഹായിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം, ഇഖ്ലാസോടുകൂടി ആയിരിക്കണം. നോക്കൂ സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ, ഏതേത് മസ്ജിദുകളിലും ഏതേത് മദ്രസകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അവിടെ എവിടെയും അർഖമിന്റെ പേര് പറയാത്ത മജ്ലിസ് ഉണ്ടാവുകയില്ല. ശ്രദ്ധിക്കണം. കാരണം ആദ്യമായി രഹസ്യ പ്രബോധനം നടത്തിയത് അർഖമിന്റെ വീട്ടിൽ വെച്ചാണ്. അവിടത്തേക്കുള്ള പ്രായം ആ സമയത്ത് വെറും 16 വയസ്സായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരിക്കലും മക്കയിലെ മുശ്രിക്കീങ്ങൾ ചിന്തിച്ചിരുന്നില്ല. കാരണം സൂചിപ്പിച്ചതുപോലെ പ്രഗത്ഭരായ സഹാബിമാർ കൂടെയുണ്ട്. അവരുടെ വീട്ടിലിരിക്കാതെ ഇവിടെ ഇരിക്കുമെന്ന് അവർ ചിന്തിച്ചില്ല. അതാണ് ഒന്നാമത്തെ കാരണം, അർഖമിന്റെ വീട് രഹസ്യ പ്രബോധനത്തിനായി സ്വീകരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, അർഖം എന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചത് പരസ്യമായി വാർത്ത പ്രചരിച്ചിരുന്നില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് പരസ്യമായി ആളുകൾക്കിടയിൽ പ്രചരിച്ചിരുന്നില്ല. അതുകൊണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരിക്കുമെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ ചിന്തിച്ചിരുന്നില്ല. കാരണം അർഖം ഇസ്ലാം സ്വീകരിച്ചത് മക്കയിൽ പലയിടങ്ങളിലായി എത്തിയിരുന്നില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമത്തെ കാരണം, അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ഏത് ഗോത്രത്തിലാണ്? ബനു ഹാഷിമാണ്. ബനു ഹാഷിം. നമുക്കെല്ലാവർക്കും അറിയാം, ഇരു ഗോത്രങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇരു ഗോത്രങ്ങളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാഷിമിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്സൂമിയായ അർഖമിന്റെ വീട്ടിൽ ഇരിക്കുമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. ഇതാണ് മൂന്നാമത്തെ കാരണം. 3 കാരണങ്ങൾ പറഞ്ഞു. ഒന്നാമത്തേത് എന്താണ്? അവിടുന്ന് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവരുടെ വീട്ടിൽ പോയി പ്രബോധനം നടത്തുമെന്ന് ചിന്തിച്ചിരുന്നില്ല. രണ്ടാമത്തേത്, അർഖം എന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചത് മക്കയിൽ പ്രചരിച്ചിരുന്നില്ല. മൂന്നാമത്തേത്, അദ്ദേഹം ബനു മഖ്സൂമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ ബനു ഹാഷിമാണ്. അവർക്കിടയിൽ, ആ 2 ഗോത്രങ്ങൾക്കിടയിലും ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അർഖമിന്റെ വീട്ടിൽ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തുമെന്ന് ചിന്തിച്ചിരുന്നില്ല. നാലാമത്തെ കാരണം, അവസാനത്തെ കാരണം, അർഖമിന്റെ വീട് സ്വഫാ മലയുടെ അടുത്തായിരുന്നു. സ്വഫാ മലയുടെ അടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രബോധനം ധാരാളം ആളുകളിൽ എത്തും എന്നുള്ള ഒരു കാര്യവും കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയത്. നമുക്കറിയാം, അവിടെ ധാരാളം ജനങ്ങൾ ഒരുമിച്ച് കൂടും. ഉംറക്കും ഹജ്ജിനും മറ്റുമായി ധാരാളം ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിൽ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും കൂടിയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. പിന്നീടുള്ള വരിയിൽ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന വിഷയം സഹാബിമാർ ഹബശയിലേക്ക് ഹിജ്റ പോയതിനെ പറ്റിയാണ്. സഹാബിമാർ ഹബശയിലേക്ക് ഹിജ്റ പോയതിനെ പറ്റിയാണ് പിന്നീട് ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങളെ, 4ാമത്തെ വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം നടത്തുന്നത്. ആദ്യത്തെ 3 വർഷം രഹസ്യമായിട്ടായിരുന്നു. പിന്നീട് പരസ്യമായി പ്രബോധനം ആരംഭിച്ചപ്പോൾ എന്തുണ്ടായി? മക്കയിലെ മുശ്രിക്കീങ്ങൾ സ്വാഭാവികമായി സഹാബിമാരെ പീഡിപ്പിക്കാനും മറ്റും ആരംഭിച്ചു. അങ്ങനെ അവർക്കിത് സഹിക്കവയ്യാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പലായനം നടത്താൻ വേണ്ടി എന്തു ചെയ്യുകയാണ്? അവിടത്തേക്ക് അനുമതി ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹിജ്റക്ക് വേണ്ടി അനുമതി ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. സ്വന്തം നാട് വിട്ട് അവർ പോയത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. സ്വന്തം നാടും വീടും വിട്ടുകൊണ്ട് അവർ പോവുകയാണ്. എങ്ങോട്ടേക്ക്? എവിടെയെങ്കിലും പോയി മനസമാധാനത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവർ സ്വന്തം നാടും വീടും വിട്ട് പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക,
എത്ര തന്നെയായാലും സ്വന്തം നാട് എന്നുള്ളത് ഓരോ ആളുകൾക്കും അത്രയും പ്രിയപ്പെട്ടതാണ്. ഏതൊരാളും ഏത് നാട്ടിലാണോ ജനിച്ച് വളർന്ന് ജീവിച്ചത് ആ നാട് എന്നുള്ളത് സ്വാഭാവികമായി ഓരോ ആളുകൾക്കും പ്രിയപ്പെട്ടതായിരിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവേണ്ടത്. സഹാബിമാർക്ക് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്നും യാത്ര പോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മൾ നന്നായി ചിന്തിക്കേണ്ട വിഷയമാണ്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു പ്രയാസം നമ്മൾ ദീൻ പാലിക്കുന്നതിന്റെ പേരിൽ നമ്മൾ അനുഭവിക്കപ്പെടേണ്ടി വരുമെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിന്റെ ദീൻ ഇട്ടെറിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് ഏതവസ്ഥയിലും ഏത് പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാനുള്ള തന്റേടം, ആ ഒരു ഈമാൻ നാം ഉണ്ടാക്കിയെടുക്കണം. ഏതൊരവസ്ഥയിലും അള്ളാഹുവിന്റെ ദീൻ ഉറക്കെ പറയാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സഹോദരങ്ങളെ നമുക്ക് നാളെ ഉപകാരപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹിജ്റ 5-ാം വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഹിജ്റ ചെയ്യാൻ അനുമതി നൽകി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 5-ാം വർഷം സഹാബിമാർക്ക് ഹിജ്റ പോകുവാൻ വേണ്ടി അനുമതി നൽകുകയുണ്ടായി. ആദ്യമായി സഹോദരങ്ങളെ, സഹാബിമാർ എങ്ങോട്ടേക്കാണ് ഹിജ്റ പോയത്? അതാണ് ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ പറയുന്നത്, ഇലാ ബിലാദിൽ ഹുബുശി. എങ്ങോട്ടേക്കാണ്? ഹബശയിലേക്കാണ്. ആദ്യമായി ഹിജ്റ പോകുന്നത് ഹബശയിലേക്കാണ്. എന്തുകൊണ്ടാണ് ഹബശയിലേക്ക് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? എന്ത് കാരണത്താലാണ്? അന്ന് ഹബശ ഭരിച്ചിരുന്നത് അസ്ഹമത്തുൻ നജ്ജാശി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ നീതിമാനായ ഒരു ഭരണാധികാരിയായിരുന്നു. നജ്ജാശി എന്ന് പറയുന്നയാൾ വളരെയധികം നീതിമാനായിരുന്നു. ഒരാളെയും അന്യായമായി ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല നജ്ജാശി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കൽ പോകാൻ വേണ്ടി സഹാബിമാരോടായി പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുകയാണ് അല്ലേ? നോക്കൂ എത്ര നല്ലൊരു നേതാവാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസപ്പെടാതിരിക്കാൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിമാർ പ്രയാസപ്പെടാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇതാ നിങ്ങളിൽ നിന്നുള്ള റസൂൽ തന്നെ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? നിങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യവും നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാരോടായി പറയുകയാണ്, നിങ്ങൾ ഹബശയിലേക്ക് പോവുക, അവിടെ ഒരു രാജാവുണ്ട്, അദ്ദേഹം ഒരിക്കലും നിങ്ങളോട് അനീതി കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബശയിലേക്ക് പോകാൻ അനുമതി നൽകുകയുണ്ടായി. 2 തവണയാണ് സഹാബത്ത് ഹബശയിലേക്ക് ഹിജ്റ പോയത്. 2 തവണ ഹബശയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. ഒന്നാമത്തേത് ഏത് വർഷമാണ്? നമ്മൾ പറഞ്ഞതുപോലെ ഹിജ്റ 5-ാം വർഷമാണ്. ഹിജ്റ 5-ാം വർഷത്തിൽ നുബുവത്ത് ലഭിച്ച് 5-ാം വർഷം എന്തു ചെയ്തു? അവർ ഹബശയിലേക്ക് യാത്ര പോവുകയുണ്ടായി. ജസാക്കുമുല്ലാഹു ഖൈറൻ. നുബുവത്ത് ലഭിച്ച് 5-ാമത്തെ വർഷം റജബ് മാസത്തിൽ സഹാബിമാർ 1-ാമത്തെ ഹിജ്റ പോവുകയുണ്ടായി. അന്ന് ഹിജ്റയിൽ അല്ലെങ്കിൽ ഹിജ്റ പോയത് എത്ര ആളുകളാണ്? 12 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ആദ്യത്തെ ഹിജ്റയിൽ പങ്കെടുത്തത്. അഥവാ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് എത്ര ആളുകളാണ് പോയത്? 12 പുരുഷന്മാരും 4 സ്ത്രീകളും. മൊത്തത്തിൽ എത്ര ആളുകളാണ്? 16 ആളുകൾ. 1-ാമത്തെ ഹിജ്റയിൽ 16 ആളുകളാണ് പോയത്. അതിൽ പ്രഗൽഭരായ സഹാബിമാരുണ്ടായിരുന്നു. ആരൊക്കെയാണത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ, അവരെ പോലുള്ള പ്രഗൽഭരായ സഹാബിമാർ അതിലുണ്ടായിരുന്നു. അങ്ങനെ സഹോദരങ്ങളെ, നജ്ജാശിയുടെ കീഴിൽ അവർ നല്ല രൂപത്തിൽ
പ്രയാസമില്ലാതെ ജീവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഉപദ്രവവും സഹിക്കേണ്ടി വരാത്ത വിധം സഹാബിമാർ ഹബശയിൽ അവരുടെ ജീവിതം കഴിച്ചുകൂട്ടി. പിന്നീടാണ് ഒരു വാർത്ത പരക്കുന്നത്, അഥവാ മക്കയിലുള്ളവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത അവർക്കിടയിൽ പരക്കുകയുണ്ടായി. മക്കയിലെ ആളുകളൊക്കെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു വാർത്ത അവർക്കിടയിൽ പരക്കുകയുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങളെ അവർ പ്രയാസപ്പെടുത്തുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർ ചിലർ എന്തു ചെയ്തു? തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതൊരാൾക്കും അങ്ങേയറ്റം ഇഷ്ടമുള്ളതാണ് അവരുടെ സ്വന്തം നാട് എന്നുള്ളത്. സ്വാഭാവികമായി പ്രയാസങ്ങളില്ല എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും തന്നെ എന്തു ചെയ്യുകയാണ്? തിരിച്ച് മക്കയിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ സഹോദരങ്ങളെ തിരിച്ചു വന്നപ്പോഴാണ് കേട്ട വാർത്ത തെറ്റാണ് എന്ന് മനസ്സിലായത്. ആ കേട്ട വാർത്ത തെറ്റാണ് എന്ന് മനസ്സിലായത്. അതറിഞ്ഞപ്പോൾ ചിലർ മക്കയിൽ തന്നെ നിൽക്കുകയും മറ്റു ചിലർ ഹബശയിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഈ രണ്ടാമത്തെ ഹബശയിലേക്കുള്ള പലായനവും അതേ വർഷത്തിൽ തന്നെയായിരുന്നു നടന്നത്. അഥവാ നുബുവത്ത് ലഭിച്ച് 5-ാമത്തെ വർഷം അവർ രണ്ടാമത്തെ ഹിജ്റ നടത്തുകയുണ്ടായി. പക്ഷേ ഏത് മാസത്തിലാണത്? ശവ്വാൽ മാസത്തിലായിരുന്നു. ആദ്യത്തേത് റജബിലാണെങ്കിൽ രണ്ടാമത്തെ ഹിജ്റ നടക്കുന്നത് ശവ്വാൽ മാസത്തിലായിരുന്നു. അന്ന് എത്ര ആളുകളാണ് ഹിജ്റ പോയത്? അന്ന് 83 പുരുഷന്മാരും 10 സ്ത്രീകളുമാണ് അന്ന് പലായനം ചെയ്തത്. 83 പുരുഷന്മാരും 10 സ്ത്രീകളുമാണ് അന്ന് പലായനം ചെയ്തത്. അതിനെക്കുറിച്ചാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല പറഞ്ഞത്. പിന്നീട് അവിടുന്ന് പറയുന്ന കാര്യം വമഅഹും ജമാഅത്തുൻ ഹത്താ കമുൽ. എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം? ഇതുകൊണ്ടുള്ള ഉദ്ദേശം അവരുടെ കൂടെ മറ്റൊരു വിഭാഗം ആളുകളും ഹബശയിലേക്ക് എത്തി. എങ്ങനെയാണ് അവർ എത്തുന്നത്? അഥവാ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം മറ്റൊരു നാട്ടിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിലേക്ക് ഒരു വാർത്ത വന്നെത്തുകയാണ്. എന്താണത്? അഥവാ മക്കയിൽ ഇങ്ങനെ ഒരു നബി ഉണ്ട് എന്നും അവർ ഇസ്ലാം എന്ന ദീൻ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഗോത്രത്തിലുണ്ടായിരുന്ന ചുരുക്കം ചില ആളുകളും എന്തു ചെയ്തു? മക്കയിലേക്ക് യാത്ര പോവുകയുണ്ടായി. അവർ മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ പഠിക്കാൻ വേണ്ടി മക്കയിലേക്ക് യാത്ര ആരംഭിക്കുകയുണ്ടായി. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ യാത്ര ചെയ്തത് കപ്പലിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള കപ്പൽ എന്ന് പറഞ്ഞാൽ കാറ്റിൽ സഞ്ചരിക്കുന്ന കപ്പലുകളാണ്. അഥവാ കാറ്റിന്റെ ദിശ എങ്ങോട്ടേക്കാണോ പോകുന്നത് അതിനനുസരിച്ചാണ് അവരുടെ യാത്ര ഉണ്ടാവുക. അങ്ങനെ അവർ ഹബശയിലേക്ക് എത്തി. അങ്ങനെ അബൂ മൂസ അൽ അശ്അരിയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളും എന്തു ചെയ്യുകയാണ്? ഹബശയിലേക്ക് അവർ ഉദ്ദേശിക്കാതെ ചെന്നെത്തുകയാണ്. പിന്നീട് ആ ഹബശയിൽ അവർ ചില സമയത്ത് അവർ അവിടെ കഴിച്ചുകൂട്ടുകയും പിന്നീട് അതിനുശേഷം ഖൈബറിന്റെ സമയത്താണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നെത്തുന്നത്. അഥവാ ഖൈബറിന്റെ വേളയിലാണ് പിന്നീട് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു സംഘവും എന്തു ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്നത്. ആ കാലം അത്രയും അവർ എവിടെയാണ് കഴിച്ചുകൂട്ടിയത്? ഹബശയിലായിരുന്നു. ഇതാണ് സഹോദരങ്ങളെ ഇന്നെടുക്കാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഹദീസ് ക്ലാസ് ആണ്, ഉടനെ ആരംഭിക്കും. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ.